അസ്സലാമു അലൈക്കും. റമദാൻ എന്നത് ഓരോ സത്യവിശ്വാസിയും ഏറെ പ്രതീക്ഷയോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നൊരു സന്ദർഭമാണ്. ആ റമദാനിലെ ദിവസങ്ങളെ ഏറ്റവും ചൈതന്യപൂർണ്ണമായി ഉപയോഗപ്പെടുത്താൻ കഴിയണമേ എന്ന പ്രാർത്ഥനയോടുകൂടി നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായ തിരക്കുകൾ അതിനെ പലപ്പോഴും പ്രതികൂലമായും ബാധിക്കാറുണ്ട്. പ്രൊഫഷണൽ രംഗത്ത് മികവ് തെളിയിച്ചിട്ടുള്ള രണ്ട് വ്യക്തിത്വങ്ങൾ ഇന്ന് എന്നോടൊപ്പമുണ്ട്. അവരുടെ കരിയറും കുടുംബവും എങ്ങനെയാണ് അവർ ബാലൻസ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ റമദാനിലെ ഏറ്റവും ഫലപ്രദമായി അവരെങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള ഒരു ചെറിയ ചർച്ചയിലേക്കാണ് ഇന്ന് പോകുന്നത്. എന്നോടൊപ്പമുള്ളത് എഞ്ചിനീയറിംഗ് രംഗത്ത് മികവ് തെളിയിച്ച ഡോക്ടർ സെറീനയും മെഡിക്കൽ രംഗത്ത് ഇന്ന് ഡോക്ടർ നിഷാത്തുമാണ്. നിഷാത്ത്, നമ്മുടെ ഈ ഒരു റമദാൻ എന്ന് പറയുന്നത് ഖുർആൻ്റെ മാസമാണ്. ആ ഖുർആൻ്റെ മാസം ഖുർആനെ ഏറ്റവും നന്നായിട്ട് ഉപയോഗപ്പെടുത്തുക എന്നുള്ളത്, അല്ലെങ്കിൽ ഖുർആനെ അതിലേക്ക് കൂടുതൽ ആഴത്തിലേക്ക് ഇറങ്ങി ചെല്ലാൻ കഴിയുക എന്നൊക്കെയാണ് നമ്മൾ റമദാൻ ഖുർആൻ അവതരിപ്പിക്കേണ്ട മാസമാണല്ലോ റമദാൻ എന്ന് പറയുന്നത്. അപ്പം എങ്ങനെയാണ് നിങ്ങളുടെ ഈ ഒരു പഠിത്ത കാലത്തും ജോലിയുള്ള സമയത്തും നിങ്ങൾക്ക് ആ ഖുർആനുമായിട്ട് എത്രത്തോളം നിങ്ങൾക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരു ഫ്രൂട്ട്ഫുള്ളായിട്ട് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ള ഈ മാസത്തെ? ശരി, റമദാൻ ഓരോ വർഷവും വ്യത്യസ്ത ഒരു സർക്കംസ്റ്റൻസിലാണ് നേരിടേണ്ടി വന്നിട്ടുള്ളത്. അപ്പം MBBS പഠിക്കുന്ന കാലം മുതൽ പിന്നെ കുട്ടികളുണ്ടായി, PG ചെയ്ത് ഇപ്പം ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം വ്യത്യസ്തമായ ഒരു ബാക്ക്ഗ്രൗണ്ടിലാണ് റമദാനെ സ്വീകരിക്കുന്നത്. അതുകൊണ്ട് തന്നെ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ഒരു ടാർഗറ്റ് ഉണ്ടാക്കുകയും അതിന് അച്ചീവബിളും കുറച്ചും കൂടെ പ്രാക്ടിക്കലുമായിട്ടുള്ള ഒരു ടാർഗറ്റ് വെക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ കുറച്ചും കൂടെ അത് അച്ചീവ് ചെയ്യാനും അത് നേടിയെടുക്കാനും പറ്റാറുണ്ട്. കൂടുതൽ ശ്രദ്ധിക്കുന്നത് ഖുർആൻ ഓതുന്നതിലാണ്, ഖത്തമുൽ ഖുർആൻ ചെയ്യുന്നതിലാണ്. അതോടുകൂടി തന്നെ തഫ്സീർ ചെയ്യാനും ശ്രദ്ധിക്കാറുണ്ട്. അതിൽ ഇപ്പം ഓൺലൈൻ അവൈലബിൾ ആയിട്ടുള്ള ഖുർആൻ ക്ലാസ്സുകളും അതിനോടനുബന്ധിച്ചുള്ള ക്വിസൊക്കെ അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അപ്പം ഈ രീതിയിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നത് ഈ പ്ലാനിങ് ഉള്ളതുകൊണ്ട് കൂടി മാത്രമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം ഈ ഒരു പ്ലാൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അത് കുറച്ചും കൂടെ ഒരു ടാർഗറ്റ് മീറ്റ് ചെയ്യുന്ന ഒരവസ്ഥയിൽ എത്താറുണ്ട്. അപ്പോൾ ഇതിലിപ്പോൾ നിഷാത്ത് പറഞ്ഞപ്പോൾ ടാർഗറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞില്ല. ഇപ്പോൾ നമുക്ക് ചെറിയ കുട്ടികളൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു ടാർഗറ്റ്സ് കൊടുക്കും, അത് അവർ അച്ചീവ് ചെയ്യുമ്പോൾ നമ്മളവർ റിവാർഡ് ചെയ്യും. അങ്ങനെ ഒരു നിലക്കാണ് നമ്മൾ യൂഷ്വലി പോവാറ്. പക്ഷെ അപ്പം ഞാൻ എൻ്റെ ഒരു ഖുർആൻ്റെ ഒരു സ്റ്റഡീസ് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇപ്പോൾ കുറേ ഇത്രയും ബ്ലെസ്ഡാണ് നമ്മൾ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത്, എനിക്ക് അട്രാക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യം, യക്കിൻ ലാസ്റ്റ് ഇയറിൽ റംസാൻ സീരീസിൽ യക്കിൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ 30 ജ്യൂസസിന് ഓരോൻ്റെ റിഫ്ലക്ഷൻസാണ് അവർ ഉണ്ടായിരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മളത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് വളരെ കംഫർട്ടബിളാണ്. നമ്മൾ പഠിച്ചെടുത്ത് അതിൻ്റെ ഒരു ജിസ്റ്റ് നമുക്ക് കിട്ടുന്നതിന് പകരം അതിനെപ്പറ്റി നല്ല അവഗാഹമുള്ള ആൾക്കാർ അതിനെപ്പറ്റി റിഫ്ലക്ഷൻസ് തരുമ്പോൾ നമുക്കതൊരു ഗുഡ് ടേക്ക് അവേ ആണ്. അപ്പോൾ അതൊരു മെത്തേഡ്. അപ്പോൾ പിന്നെ ഖുർആനിലെ രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ, അതിൽ ഏറ്റവും ഫോക്കസ് ചെയ്തിരിക്കുന്ന ഒരു കാര്യം മീൻസ് ഒരു സംശയമില്ലാത്ത, അല്ലെങ്കിൽ ഹദീസ് റെഫർ ചെയ്യുക ഒന്നും ചെയ്യേണ്ടാത്ത രണ്ട് കാര്യങ്ങളിൽ പെട്ടത് ഒന്ന് നമ്മുടെ തഹജ്ജുദ് നിസ്കാരത്തിൻ്റെ ഇമ്പോർട്ടൻസും പിന്നെ ഫജർ നിസ്കാരം കഴിഞ്ഞിട്ടുള്ള ഖുർആൻ പാരായണമാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഹാബിറ്റ്സ് അത് രണ്ടും അത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളിപ്പോൾ ഫജർ, ബാക്കി ഏതൊക്കെ തിരക്കിലേക്ക് എത്തിയാലും ഫജർ കഴിയുമ്പോൾ എന്തായാലും നാച്ചുറലി നമുക്കൊരു ടൈം കിട്ടും. അപ്പോൾ ഒരായത്ത് രണ്ടായത്താണെങ്കിൽ കൂടി നമുക്കത് വായിക്കാനും ടൈം സ്പെൻഡ് ചെയ്യുക എന്നുള്ളത് എനിക്കൊരു പോസിബിളായിട്ട് ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്. നിങ്ങൾ ജോലി സംബന്ധമായിട്ടൊക്കെ ധാരാളം യാത്രകൾ വരാറില്ലേ? അപ്പോൾ ഈ യാത്രകളിൽ നിങ്ങൾക്ക് ഈ ഖുർആനായിട്ടുള്ള ഒരിത്, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്താൻ കഴിയാറുണ്ട്? അത് ഏറ്റവും വണ്ടർഫുള്ളാണ്. എനിക്ക് തോന്നുന്നു ഏറ്റവും അധികം നമുക്ക് ടൈം കിട്ടുന്നത് അത് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. ട്രാവലിലാകുമ്പോൾ, പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് ട്രാവലിലാണെങ്കിൽ നമുക്കതിങ്ങനെ കേൾക്കാനും, പ്രത്യേകിച്ച് ഒറ്റയ്ക്കാകുമ്പോൾ, ഫാമിലി ഒന്നും ഇല്ലാതെ നമ്മൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു നല്ലൊരു ടൈമാണ് ആ ഒരു സ്റ്റഡീസിനോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലുള്ള ഇത് കേൾക്കുക എന്നുള്ളത് സ്റ്റഡീസിന് വളരെ ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമായിട്ടാണ് തോന്നിയിട്ടുള്ളത്. അതുപോലെ റമദാന് നമ്മൾ സാധാരണ പറയുന്നത് ഒരു ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കുക എന്നതിന് അപ്പുറത്തേക്ക് ഒരു തസ്കിയത്തുൻ നഫ്സ് എന്നുള്ളൊരു ഇതുണ്ടല്ലോ, കോൺസെപ്റ്റ് ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പം അത് ചെറിയ പ്രായത്തിലും നമുക്ക് ആ ഒരു അർത്ഥത്തിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവില്ല, അതിനങ്ങനെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷേ അതിനെ ഞങ്ങൾ മനസ്സിലാക്കാനും ആ ഒരു രീതിയിലേക്ക് നമുക്ക് കൊണ്ടുപോകാനും ഒക്കെ എങ്ങനെയാണ് നിങ്ങളുടെ ഒരു അറ്റ്മോസ്ഫിയറിൽ ചെയ്യാൻ കഴിയുന്നത്?
തസ്കിയത്ത് എന്ന് പറയുമ്പോൾ ആക്ച്വലി നമ്മുടെ ഒരു പ്യൂരിഫിക്കേഷൻ ഓഫ് ദ സോൾ എന്നാണല്ലോ നമ്മൾ തന്നെ പറയുക. അപ്പോൾ നമുക്കത് അച്ചീവ് ചെയ്യാൻ ഞാൻ ഇപ്പോൾ പല ആൾക്കാർ ഇപ്പോൾ എല്ലാ ഹ്യൂമൻ ബീങ്സും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഞാൻ എൻ്റെ നഫ്സിനെ പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി ചെയ്യാൻ എനിക്ക് കംഫർട്ടബിളും ഈസിയും അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു രീതി ആവില്ല റജിനയ്ക്ക് ഉണ്ടാവുക അല്ലെങ്കിൽ നിഷാദിന് ഉണ്ടാവുക. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിനെ കാണുന്നത് മേ ബി ഒരു ബുഫേ മുമ്പിൽ വെച്ചിട്ടുണ്ടെങ്കിൽ റംസാൻ മാസം അങ്ങനെ ഒരു ഇതായിട്ട് നമുക്ക് എടുക്കാം. അതായത് നമുക്ക് വേണ്ടതെല്ലാം കളക്ട് ചെയ്ത് നമ്മളെല്ലാം പ്യൂരിഫൈഡ് ആവണം നമ്മൾ വിചാരിക്കുന്നതിന് പകരം നമ്മൾ ഏത് പെർട്ടിക്കുലർ ആസ്പെക്റ്റ് നമ്മൾ ചൂസ് ചെയ്യുന്നോ അതിൽ നമ്മൾ ഫോക്കസ് ചെയ്യാനുള്ളൊരു അവസരമായിട്ടാണ് നമ്മൾ കാണുന്നത്. മേ ബി ഒരു ചെറിയ കാര്യമായിരിക്കാം, പക്ഷെ അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ട് അതിൽ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ ട്രൈ ചെയ്താൽ എനിക്ക് തോന്നുന്നു ഈ തസ്കിയ എന്നുള്ളൊരു ആസ്പെക്റ്റ് അതിൽ കവേർഡ് ആവും തോന്നുന്നു. ചെറുതാണെങ്കിലും നിലനിൽക്കുന്ന കർമ്മങ്ങളാണ് പ്രവാചകൻ ഇഷ്ടം എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. റമലാനിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ഈ ഒരു പ്രോസസ്സ് നടക്കുന്നത്. തസ്കിയ എന്ന് പറഞ്ഞൊരു പ്യൂരിഫിക്കേഷൻ ഓഫ് സോൾ എന്ന് പറഞ്ഞ പ്രോസസ്സ് ഏറ്റവും കൂടുതൽ നടക്കുന്ന ഒരു സമയമാണ്. അതിന് നമ്മൾ ടൈം കണ്ടെത്തുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈം. അപ്പം ഞാനിപ്പോൾ മെയിനായിട്ട് ഫർള് നമസ്കാരം കഴിഞ്ഞിട്ടുള്ള സമയം, അതേപോലെ തറാവി നമസ്കാരത്തിൻ്റെ ഇടയിലുള്ള സമയം, ആ സമയത്തൊക്കെ നമുക്കൊന്ന് റിഫ്ലക്റ്റ് ചെയ്ത് നമ്മുടെ നമുക്ക് വരുന്ന ചെറിയ ചെറിയ തെറ്റുകളാണല്ലോ പിന്നെ അത് വലിയ പിന്നെ ഒരു പാപങ്ങളിലോട്ട് മാറുക. അപ്പം ചെറിയ തെറ്റുകൾ അത് മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിൽക്കാനുള്ള ഒരു കോൺഷ്യസ് എഫേർട്ട് എടുക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് റമദാനെ ആ തസ്കിയ എന്ന് പറഞ്ഞ ഒരു പ്രോസസ്സ് കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും എന്നാണ് തോന്നുന്നത്. എനിക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ഓൺ ചെയ്യാൻ തോന്നിയത് ഇത് കേട്ടപ്പോൾ, അതായത് നമുക്ക് ചെറിയ കാര്യങ്ങൾ എന്ന് പറഞ്ഞപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് എന്തെങ്കിലും നമ്മൾ ഭയങ്കര പഞ്ച്വൽ അല്ലെങ്കിൽ ടൈം ബൗണ്ട് ആയിട്ട് ചെയ്യണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ടെമ്പർ ലൂസ് ചെയ്യും. ചില സമയത്ത് നമ്മൾ വിചാരിച്ച അതേപോലെയല്ല നമ്മുടെ ഫാമിലി കൂടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ അത്താഴത്തിന് സമയമൊക്കെയാണ് സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ ഹസ്ബൻഡ് ഖിയാമുൽ ലൈലിൻ്റെ ഒരാളാണ്. അപ്പം ഞാനാണെങ്കിൽ വിചാരിക്കും ബാങ്ക് കൊടുക്കുന്നതിന് മുമ്പ് കൃത്യമായിട്ട് തന്നെ എല്ലാം കഴിക്കാനുള്ളത് കഴിച്ച് എന്തെങ്കിലും പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക, അത് ബാങ്ക് കൊടുക്കുന്ന വെയിറ്റ് ചെയ്യുക, അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ചെയ്യാം, അങ്ങനെ ഒരു ടൈം വേണം എന്ന് വിചാരിക്കുന്ന ആളാണ് ഹസ്ബൻഡ്. അതേസമയം ഖിയാമുൽ ലൈലിന് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ആളെന്ത് ചെയ്യും, അപ്പം നമ്മളീ കഴിക്കാനെല്ലാം ടേബിളിൽ എത്തിക്കഴിയുമ്പോഴായിരിക്കും പുള്ളി ഞാൻ മുമ്പ് നിസ്കാരം കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ ടെമ്പർ ഇതല്ലേ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ അതിൽ മനസ്സിലാക്കേണ്ടത്, അപ്പോൾ അത് ഞാൻ അതിലൊരു ഇത് പറയണം. അപ്പോൾ എനിക്ക് റിഫൈൻ ചെയ്തൊരു കാര്യം എന്താ വെച്ചാൽ അങ്ങനത്തെ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ദേഷ്യം പിടിക്കാതെ, അപ്പോൾ ആളുടെ ചോയ്സാണ് അത്. അപ്പോൾ ആൾക്കത് ചിലപ്പോൾ ഓരോ ഹദീസ് അനുസരിച്ച് എന്താണോ അതായിരിക്കും ആൾക്ക് റെലവൻ്റ് ആയി തോന്നുന്നത്. അപ്പോൾ ആളതനുസരിച്ച് ചെയ്യട്ടെ. എനിക്ക് കംഫർട്ടബിൾ കുറച്ചും കൂടി നേരത്തെ ആണെങ്കിൽ അത് ചെയ്യാം. അപ്പോൾ രണ്ടാളുടെയും അല്ലെങ്കിൽ ഇത് കോംപ്രമൈസ് ആവാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ചെറിയ ഒരു ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ നമുക്ക് ലൈഫിൽ പോസിബിളായി വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു വലിയ പ്രശ്നത്തിലേക്ക് കാരണമാകുന്ന ചെറിയ റീസണിനെ നമുക്ക് മാറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ നമ്മൾ ഒരു എന്താ പറയുക, നേരത്തെ നിങ്ങൾ ജോലിയാവട്ടെ യാത്രകളാവട്ടെ ഇതെല്ലാം വർക്ക് വരുമ്പം നമ്മൾ കുടുംബം എന്നുള്ളത് നമ്മുടെ ശരിക്കും സ്ത്രീകൾ എന്ന രീതിയിൽ നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി അവിടെ തന്നെ ഉണ്ടല്ലോ. അപ്പം ആ ഒരു കുടുംബത്തിന് നമുക്ക് ബാലൻസ് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ റമദാനിലെ മൊത്തത്തിലുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് എന്നുള്ള ജോലിയും വരുമ്പം അതെങ്ങനെയാണത് എത്രത്തോളം എങ്ങനെ ചെയ്യാൻ കഴിയുക? ഏതൊരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവർ മിക്കപ്പോഴും പല റോൾസ് ഏറ്റെടുക്കുന്ന ആളുകളാണ്. അപ്പം എല്ലാ കാര്യങ്ങളും നല്ല വൃത്തിയായിട്ടും നമ്മളെ ഒരു മനസാന്നിധ്യത്തോടു കൂടി ചെയ്യാമെന്ന് പറയില്ല, അങ്ങനെ ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ ഈ ടൈം മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ സംഗതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ടൈം മാനേജ്മെൻറ്റ് ഈക്വൽ ടു സ്ട്രെസ് മാനേജ്മെൻറ്റ്. അപ്പം ഇതിലും നമുക്ക് പ്ലാനിങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. അപ്പം പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത്. നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കുട്ടികളുടെ പഠിത്തത്തിൻ്റെ കാരണം, പഠിത്തം അവരെ ഇരുത്തി പഠിപ്പിക്കുക എന്നുള്ളതല്ല, അവരെ പഠിക്കാനുള്ള മോട്ടിവേഷൻ കൊടുക്കുക, ഇസ്ലാമിക ശിക്ഷണങ്ങൾ കൊടുക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തേ മതിയാവും. നേരെ മറിച്ച് നമുക്കൊന്ന് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും വീട്ടിൽ തന്നെ. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്ലീനിങ്, ടു ആൻ എക്സ്റ്റെൻറ്റ് കുക്കിംഗ് ഒക്കെ നമുക്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് എന്ത് കഴിക്കണം അല്ലെങ്കിൽ ഏത് രീതിയിൽ കഴിക്കണം എന്നൊക്കെ അത് നമ്മളാണ് തീരുമാനിക്കുന്നത്. കാരണം
ഫാമിലിയുടെ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ തന്നെയാണ്. പക്ഷേ ഈ കുക്കിംഗ് പ്രോസസ്സ് നമുക്ക് എന്ത് ചെയ്യാം, ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഹെൽപ്പ് എടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ വേറെയുള്ള ആളുകളെ ഹെൽപ്പ് സീക്ക് ചെയ്യും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ടൈം മാനേജ്മെൻറ്റ് നടക്കും. ഇതിലൂടെ 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന്, നമുക്ക് സ്ട്രെസ് ഒഴിവാക്കാൻ പറ്റും. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഒന്നിലും കോംപ്രമൈസ് ചെയ്യേണ്ടി വരില്ല. നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തായാലും നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു കോംപ്രമൈസിൻ്റെ ഇഷ്യൂ അവിടെ വരില്ല ടു ആൻ എക്സ്റ്റെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതും ഈ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളതും ഏതൊരു ഇങ്ങനെ ബിസി ലൈഫിലുള്ള ആളുകൾ, അല്ലെങ്കിൽ സ്ത്രീ ആയിട്ട് ആവട്ടെ പുരുഷനാവട്ടെ, ചെയ്യേണ്ട കാര്യമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം നമ്മളെ ഫാമിലി സപ്പോർട്ട് ആവാം, ഹസ്ബൻഡിൻ്റെ സപ്പോർട്ട്, അതേപോലെ നമുക്ക് ഒരു അഫോർഡബിൾ ആണെങ്കിൽ നമുക്കൊരു ഹൗസ് ഹെൽപ്പ് പിന്നെ സീക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ടൈം മാനേജ്മെൻറ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട്, മീൻസ് വർക്ക് ലൈഫ് ബാലൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്റ്റ് ആയിട്ടാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതായത് ഇത് നമ്മളൊരു സിസ്റ്റം ബിൽഡ് ചെയ്യാന്നുള്ള മെയിൻലി. അപ്പോൾ അതായത് സപ്പോർട്ട് സിസ്റ്റം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അതിൽ വരുന്നത്. അപ്പോൾ ചിലപ്പോൾ നമുക്കത് കേൾക്കുമ്പോൾ തോന്നും, ഇപ്പോൾ എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെ ബ്ലെസ്ഡ് ആണ്, ചെറിയ കുട്ടികളാവുന്ന സമയത്ത് ഫുൾ ടൈം ഒരു ഹെൽപ്പ് അല്ലെങ്കിൽ ഇപ്പോൾ കുക്കിങ്ങിന് ഒരു ഹെൽപ്പൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഇല്ലാത്ത ആൾക്കാരെ ചോദിക്കുമോ, അപ്പോൾ എനിക്കങ്ങനെ ഒരു സപ്പോർട്ട് സിസ്റ്റം, സെയിം മദർ ഇല്ല അല്ലെങ്കിൽ സ്പൗസ് അങ്ങനെ ഹെൽപ്ഫുൾ അല്ല, അങ്ങനത്തെ ലേഡീസും ഉണ്ടാവുമല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ. അപ്പോൾ അവർ വിചാരിക്കും, അപ്പോൾ ഈ സപ്പോർട്ട് സിസ്റ്റം ഇല്ലാത്ത ആൾക്കാർക്ക് പ്രൊഫഷണലി എങ്ങനെ അവർ സർവൈവ് ചെയ്യാം, അതൊരു പോയിന്റ് ടു പോണ്ടർ ആണെന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ ആകുമ്പോൾ എനിക്ക് തോന്നുന്നത്, അങ്ങനെ ആവുന്ന സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ഫോർ എക്സാമ്പിൾ കുട്ടികളുടെ തന്നെ അതിനെ എക്യുപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിചാരിക്കും ആ നിലയ്ക്ക് അതിനെ 2 ബ്ലെസ്സിങ് ആയിട്ട് കാണാം. അതായത് അപ്പോൾ ആ കുട്ടികൾ സെൽഫ് സഫിഷ്യൻ്റ് ആവുകയും അവർ മോർ മെച്യൂരിറ്റിയിലേക്ക് വരികയും ഒക്കെ ചെയ്യുന്നുള്ളതാണ് അതിൻ്റെ ഒരു. അപ്പോൾ ഈ സപ്പോർട്ട് സിസ്റ്റം ഏത് ഹെൽപ്പിലൂടെ അല്ലെങ്കിൽ കുട്ടികളിലൂടെ നമ്മൾ പല ലേഡീസും ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്ന ഒരു ഇതും കൂടിയാണ്. കാരണം ഫുൾ വർക്കും അവരൊറ്റക്ക് ചെയ്യാന്ന് പറയുമ്പോൾ റമദാൻ തന്നെ ചെറിയ കാര്യം എനിക്ക് ഈവൻ നോൺ വർക്കിംഗ് ലേഡീസിന് വരെ പ്രാക്ടീസ് ചെയ്യാവുന്ന ഒരു ഇതും കൂടിയാണ് ഡെലിഗേഷൻ. അതല്ലെങ്കിൽ തന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പ്ലാനിങ് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ നോമ്പ് തുറക്കാൻ ഇരിക്കുകയാണ്, ആ സമയത്താണ് സർപ്രൈസിങ് ആയിരിക്കും. ചിലപ്പോൾ നമ്മൾ അന്ന് എന്നും പത്തിരി കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന സ്പൗസ് ആണെങ്കിൽ അവർ നമ്മൾ അന്ന് പത്തിരി എല്ലാം ഉണ്ടാക്കിയിരിക്കുന്നത് സാമ്പിൾ പറയാണ് എങ്കിൽ അപ്പോൾ അവർക്ക് ആ ഡൈനിങ് ടേബിളിൽ സർപ്രൈസ് വരുന്നതിന് പകരം നമ്മൾ ഡെയിലി പ്ലാനിൽ തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ട് ഇന്ന് ഇതാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ന് ഇതാണ് സ്നാക്ക്. അപ്പോൾ കട്ട്ലേറ്റ് കിട്ടുന്ന കുട്ടികൾ വിചാരിക്കുന്ന സമയത്ത് അതല്ല എങ്കിൽ അവർ ഡിസപ്പോയിൻറ്റഡ് ആവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാം. ആക്ച്വലി ഈ ഫാമിലി എല്ലാവരും ഒന്നിച്ചിരുന്ന് ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്ത് ഒരു പ്രീ പ്ലാൻ, നമ്മൾ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ ഈ രീതിയിലുള്ള ഒരു പ്ലാനിങ്, ഒരു സംസാരവും ഫാമിലി മെമ്പേഴ്സ് തമ്മിൽ നടക്കേണ്ടതുണ്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. കാരണം നമ്മൾ മാത്രം വിചാരിച്ചാൽ ഈ കാര്യങ്ങളൊന്നും സ്മൂത്തായി നടക്കില്ല. അപ്പം കുട്ടികളെയും വീട്ടിലുള്ള എല്ലാവരെയും ചേർത്ത് നിർത്തിയിട്ടുള്ള ഒരു ഒന്നിച്ചുള്ള ഒരു കോപ്പറേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് നമ്മൾ ചില സമയത്ത് നമുക്ക് എല്ലാവരും എല്ലാ ദിവസവും എല്ലാ കാലഘട്ടത്തിലും ചിലപ്പോൾ തറാവി ആവില്ല നമ്മൾ ഫോളോ ചെയ്യുന്നത്, ചില സമയത്ത് ഖിയാമുൽ-ലൈലിലേക്കാണ് പോകുന്നത്. അപ്പോൾ കുട്ടികളെ കൂട്ടപ്പെടുന്ന സമയത്ത് അവർക്ക് ആദ്യം അറിയണം നമ്മൾ ഈ മാസം ഇപ്പം എങ്ങനെ പ്ലാൻ ചെയ്യുന്നു, ഇപ്രാവശ്യം എല്ലാവരും തറാവി ഈ സമയത്ത് പള്ളിയിൽ പോകാനാണോ, അങ്ങനത്തെ ഈ പ്ലാനിങ്ങിൽ അതെല്ലാം അഡ്വാൻസ് ആയിട്ട് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്താൽ പിന്നെ ആൾക്കാരെല്ലാം റെഡിയാകും. അപ്പം നമുക്ക് കുറച്ചും കൂടി എളുപ്പമുണ്ടാവും, സ്ട്രെസ് ഫ്രീ ആവാൻ. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇൻ ദ ഫാമിലി മസ്റ്റ് ആയിട്ടും വേണ്ടതാണ്, എല്ലായ്പ്പോഴും വേണ്ടതാണ്. എസ്പെഷ്യലി നമ്മൾ സ്ത്രീകളെ സംബന്ധിച്ച് നമ്മളുടെ ഒരു എന്താ പറയുക സ്മൂത്ത് വർക്കിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഓരോരുത്തർ അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻറ്റ്. ഞാൻ ചോദിക്കാൻ തുടങ്ങിയതായിരുന്നു, നമ്മളുടെ മാത്രം റമദാൻ അല്ലല്ലോ നമ്മുടെ കൺസേൺ എന്ന് പറയുന്നത്, നമ്മുടെ ഫാമിലിൻ്റെ റമദാനും എന്താണ് നമ്മളുടെ ഒരു കൺസേൺ ആണ് എപ്പോഴും. നമ്മുടെ ആ വീട്ടിലുള്ള ഓരോ മെമ്പേഴ്സിനും കുല്ലുക്കും റായ കുല്ലുക്കും മസൂലിനെ റായത്തി എന്ന് പറഞ്ഞ പോലെ ആ കുടുംബം മുഴുവൻ നമ്മളുടെ മസൂലാണ്. അപ്പോൾ നമ്മളത് എങ്ങനെയാണ് അത് ഏറ്റവും നന്നായിട്ട് നമുക്കൊരു പ്ലാൻ ചെയ്യാൻ കഴിയുന്നത്, അല്ലെങ്കിൽ കുടുംബത്തെ നമ്മളെ കൂടെ നിർത്താൻ വേണ്ടിയിട്ട്. കുട്ടികൾ പോകുമ്പോഴത്തേച്ച് അവരുടെ ഒരു ഏജിൽ അവർക്ക് ഇത്രയും ഒരു ആയിക്കൊള്ളുന്നില്ല, നമ്മൾ പറഞ്ഞു വന്നൊരു ഏജ് ആണല്ലോ, പക്ഷെ നമ്മളിപ്പോൾ കിട്ടിയ ഒരു അവയർനെസ് അവർക്ക് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ അവരെങ്ങനെയാണ് ഇതിൽ കൂടെ നിർത്താൻ പറ്റുക? അതായത് ഉദ്ദേശിക്കുന്നത് മൈ ഫാമിലി മൈ റെസ്പോൺസിബിലിറ്റി എന്ന് വിചാരിക്കുന്ന ലേഡീസിനെ പറ്റിയാണ് ഉദ്ദേശിക്കുന്നത് തോന്നുന്നു. അങ്ങനെയാണെങ്കിൽ ശരിയാണ്. കാരണം ഞാനും എൻ്റെ കുട്ടികളുടെ അപ്ബ്രിങ്ങിങ്ങിൽ ഞാനും വിചാരിക്കുന്ന ഒരു കാര്യം നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഡിസ്കസ് ചെയ്തില്ല, ടാർഗറ്റ്സ് കൊടുക്കുക എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ കുട്ടികൾക്ക് അവരുടെ ചൈൽഡ്ഹുഡ് പീരീഡ് കഴിഞ്ഞു, ചെറിയ മോൻ ഇപ്പോൾ 18+ ആയി. അപ്പോൾ ഇപ്പോൾ ഒരു അഡൽട്ട്ഹുഡിലേക്കാണ് പോകുന്നത്. അപ്പോൾ അഡൽട്ട്സ് 18+ ആണെങ്കിലും നമ്മൾ വിചാരിക്കരുത് അവർക്ക് ഇനി അവരായിക്കോളും അവരുടെ കാര്യം ആയിക്കോളും എന്ന് വിചാരിച്ച് അവരെ ലൂസായി വിടേണ്ടതില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്.
ഫോർ എക്സാമ്പിൾ ഒരു ഇപ്പോഴത്തെ സാമ്പിൾ പറയുകയാണെങ്കിൽ എൻ്റെ മൂത്ത മോന് ഗുവാഹട്ടിയിലാണ്. അപ്പോൾ അവിടുത്തെ ടൈമിംഗ് എന്ന് പറയുന്നത് അവിടെ ബിഫോർ 4:40 ആകുമ്പോഴേക്കും സുബൈ ബാങ്കാണ്. നമുക്കത് ഇവിടെ 5:30 എത്തി നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ അത്താഴം കഴിക്കുന്നത് ബിഫോർ 5:30 ആണ്. അവനവിടെ ബിഫോർ 4:30 കഴിക്കണം. അപ്പം ഞാൻ അവനെ ഉണർത്തണമെങ്കിൽ അവൻ ഉണർന്നു, കാരണം സിംഗിൾ റൂമാണ്, അതേ ബ്ലോക്കിൽ വേറെ മുസ്ലിം ബോയ്സ് ഇല്ല, അവർ എല്ലാവർക്കും ഒന്നിച്ച് റംസാൻ മെസ്സ് ദൂരെയാണ്. അപ്പോൾ അതിന് ടൈം കിട്ടണമെങ്കിൽ 4 o'clock അവനെ എണീച്ചാലാണ് കഴിക്കാൻ പറ്റുന്നത്. അപ്പോൾ അവനെ ഞാൻ ഫോൺ വിളിക്കും. അപ്പോൾ ഫസ്റ്റ് നോമ്പായപ്പോൾ ആദ്യം ഫോൺ വെച്ച് നീട്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവൻ സർപ്രൈസ്ഡ് ആയി, കാരണം അവനക്കറിയാം ഇവിടെ നമ്മുടെ കേരളയിൽ 5:30 ആണ്. അപ്പോൾ അവൻ ചോദിക്കുന്നത് ഈ 4 o'clock വിളിച്ച് എന്തിനും അമ്മ എനിക്ക് വേണ്ടി വിളിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അപ്പോൾ ഞാൻ അതിനൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കുന്നത്. അതായത് 4 o'clock അവനെ വിളിക്കാൻ വേണ്ടി അതിൻ്റെ കൂടെ എൻ്റെ തഹജ്ജുദും കൂടെ കൂടെ കഴിയുന്നുള്ളത്. അപ്പോൾ തറാവീൻ്റെ കൺസെപ്റ്റ് മാറ്റിയിട്ട് അത് ഈ 4ലേക്ക് പ്ലാൻ ചെയ്യുക. ലാസ്റ്റ് ടൈം കംപ്ലീറ്റ് തറാവി ആയിരുന്നു. അപ്പോൾ എല്ലാം ഫ്ലെക്സിബിളാണ്, നമ്മൾ ഒരേ പോലെ എല്ലാ ഓരോ റംസാൻ ഉണ്ടാവുക, എല്ലാം ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പിന്നെ മറ്റേ മോനാണെങ്കിൽ അവൻ്റെ ബോംബെയിലാണ്. അപ്പോൾ അവൻ്റെ ടൈം 5:45 അവിടെ, കുറച്ചും കൂടി ലേറ്റാണ്. അപ്പം നമ്മൾ അത്യാവശ്യം നമ്മുടെ അത്താഴം കഴിഞ്ഞ് വരുമ്പോഴേക്കാണ് പിന്നെ അവനെ വിളിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പം അങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു നമ്മുടെ റെസ്പോൺസിബിലിറ്റി നിറവേറ്റുന്നുണ്ട്, അതിൻ്റെ കൂടെ അവർക്കും ഒരു ഫീലിംഗ് കിട്ടുകയാണ്, ദർ ഇസ് സംവൺ ടു ടേക്ക് കെയർ ഓഫ് മീ എന്നുള്ളൊരു ഫീലിംഗ് കിട്ടും. എൻ്റെ കുട്ടികളെല്ലാവരും 12 വയസ്സ് താഴെയുള്ള ആളുകളാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഗൈഡ് ചെയ്യുന്നത് വേണം. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രീ പ്ലാൻ ചില റമദാന് മുമ്പ് തന്നെ അവരെ വിളിച്ചിട്ട് എത്ര ഖുർആൻ എത്ര പേജ് ഓതും ദിവസം, ഇത്ര നോമ്പെടുക്കാനാണ് വിചാരിക്കുക. അപ്പോൾ അവരായിട്ടൊരു ഗ്രൂപ്പ് ഡിസ്കഷൻ, അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചോദിച്ചിട്ട് അതൊരു ചാർട്ട് പോലെയൊക്കെ പ്രിപ്പയർ ചെയ്ത് അത് അവരോട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറയുന്നത്. പിന്നെ നോമ്പ് കഴിഞ്ഞിട്ട് പെരുന്നാളിന് അവർക്ക് ഇതിൻ്റെ ബേസ് ചെയ്തിട്ട് ഗിഫ്റ്റ് കൊടുക്കുന്ന, അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്താ പറയുക, നമുക്ക് നമ്മളൊരു കാര്യം അവരെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അവർ ചെയ്തോളും. നമ്മൾ ആ മോണിറ്ററിങ് മാത്രം മതിയാവും കൂടെ. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി ഒരു റിലീഫുള്ള കാര്യമായിട്ട് തോന്നും. അപ്പം നമ്മളതിങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ പിന്നെ കുറച്ചും കൂടി അഡൽഹുഡിൽ എത്തുന്ന സമയത്ത് ആ ഒരു പ്രാക്ടീസ് അവർക്ക് വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അത് ആഡ് ചെയ്യുന്ന വെച്ചാൽ ഇത് നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു ബോസ് ലെവലിൽ ഇരുന്നിട്ട് നമ്മൾ അവർക്ക് ഇൻസ്ട്രക്ഷൻ കൊടുക്കണം, നിങ്ങളിത് ചെയ്യണം. പക്ഷെ അങ്ങനെയല്ലാന്ന് എനിക്ക് തോന്നുന്നു. കാരണം നമ്മൾ അവർക്ക് ടാർഗറ്റ്സ് കൊടുക്കുന്ന സമയത്ത്, ചെറിയ കുട്ടികളാകുമ്പോൾ ടാർഗറ്റ്സ് കൊടുക്കുന്ന സമയത്ത്, അപ്പോൾ അത് നമ്മളെയും കൂടി പ്രിപ്പയർഡ് ആവാൻ, അവർക്ക് ടാർഗറ്റ്സ് കൊടുക്കണം, നമ്മൾ അതിനെ പറ്റി ഒരു പ്ലാനിങ് വേണമല്ലോ. അപ്പൊ നമ്മളെയും കൂടി ഒരു ചാർട്ടിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. മോളോട് 10 വയസ്സാണ്, 20 നോമ്പെടുക്കാന്ന് പറഞ്ഞു. അല്ലമ്മ 25 എഴുതാം അതില്. അപ്പൊ അവരെയും കൂടെ കൂട്ടിയിട്ടുള്ള ഒരു ഡിസ്കഷൻ, അതാണ് കുറച്ചും ചെറിയ കുട്ടികൾക്ക് ടാർഗറ്റ് സെറ്റ് ചെയ്യണം. ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. നമ്മളങ്ങനെ ബാക്കി ചെയ്യുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ നോമ്പ് ഇത്ര നോമ്പ് അതൊക്കെ പറ്റുന്നത് എടുക്കുക എന്നുള്ളതാണല്ലോ പൊതുവേ നമ്മൾ പോകുന്ന ഒരു രൂപം. ഇത് ശരിയാണ്. കാരണം ഞാൻ ഈ ഗിഫ്റ്റ് കൊടുക്കുന്ന കാര്യം കുറേ വർഷം മുമ്പ് എൻ്റെ മോൻ, ചെറിയ മോന്, 3 മക്കളിൽ ഏറ്റവും ചെറിയ ആളാണ് ഫസ്റ്റ് ഖത്തം തീർത്തത്. അപ്പോൾ അതൊരു ശരിക്കും ഭയങ്കര മോട്ടിവേഷൻ. അപ്പോൾ അതൊരു ഹാബിറ്റ്. അപ്പോൾ അവർക്ക് പിന്നെ എളുപ്പമായി, വലുതാകുമ്പോൾ അവർക്കത് എളുപ്പമായി. അത് മനസ്സിലാക്കിയിട്ടല്ല, ഇപ്പം ഈ പറഞ്ഞ പോലെ പോണ്ടറിങ് ഒന്നും ഇല്ല, അതിൽ ഖത്തം തീർക്കലാണ്. നല്ല ഖുർആൻ വായിക്കുന്ന ഒരു ആ ഹാബിറ്റ് ഉണ്ടാവും. ഈ ടോക്ക് നമുക്ക് നിർത്താറായി തോന്നണം അല്ലേ നമുക്ക്. ഇപ്പോൾ ഇതിൻ്റെ ലാസ്റ്റായിട്ട് ഈ റമദാനോട് ബന്ധമായിട്ട് ഒരു യുണീക്ക് എക്സ്പീരിയൻസ് എന്തെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാം? എൻ്റെ കരിയർ ലൈഫിൽ ഞാൻ കുറച്ച് കാലം ഹെൽത്ത് സർവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു 3 years ബാക്ക് കാസർഗോഡായിരുന്നു പോസ്റ്റിംഗ് ഉണ്ടായിരുന്നത്. നോമ്പിൻ്റെ 2-3 ദിവസം മുമ്പാണ് അവിടെ ജോയിൻ ചെയ്തത്. അപ്പം നോമ്പിന് എന്ന് പറഞ്ഞാൽ നമുക്കൊരു നൊസ്റ്റാൾജിക് ഫീലിംഗ് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് നോമ്പ് തുറ, എല്ലാവരും ഇരുന്നിട്ടുള്ള ഒരു നോമ്പ് തുറ, കുടുംബം എല്ലാവരും. പക്ഷേ അവിടെ എത്തിക്കഴിഞ്ഞപ്പം ഒറ്റക്കായ ഒരു ഫീലിംഗ് ആണ്. കൂടെ നോമ്പ് തുറക്കാനും ഒന്നും ആരുമില്ല, കൂടെ ആരുമില്ല, വേറെ കുറച്ച് സ്റ്റാഫുകളേ ഉള്ളൂ. എസ്പെഷ്യലി ഇപ്പം നൈറ്റ് ഡ്യൂട്ടി ഒക്കെ എടുക്കുകയാണെങ്കിൽ ആരും ഉണ്ടാവില്ല, നോമ്പ് തുറക്കാനും അത്താഴത്തിനൊന്നും കൂടെ ആരും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ ഒരു അവസ്ഥയിൽ ഞാൻ വല്ലാതെ വിഷമിച്ചൊരവസ്ഥയിൽ അവിടുത്തെ ഒരു സ്റ്റാഫ് പറഞ്ഞു, നമ്മളെ ഹോസ്പിറ്റലിൻ്റെ കോമ്പൗണ്ടിന് അടുത്ത് തന്നെ ഒരു നൈബർ ഉണ്ട്, അവരിങ്ങനെ ഹെൽപ്പ് കൊടുക്കുന്ന ആളുകളാണ്, നിങ്ങളൊന്ന് അവരൊന്ന് വിളിച്ചു നോക്കുന്ന നമ്പർ തന്നു. അപ്പം ഞാൻ അവരെ വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ ഇവിടുത്തെ ഡോക്ടറാണ്, അപ്പം ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ ചോദിച്ചപ്പോൾ അവിടെ അടുത്താണെങ്കിലൊന്നും ഹോട്ടലും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഡെയിലി ഹോട്ടൽ ഫുഡ് കഴിക്കുക എന്ന് പറഞ്ഞാൽ അതും എസ്പെഷ്യലി റമദാൻ്റെ സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ അവർ ഏറ്റെടുക്കുകയാണ് ഉണ്ടായത്. ആ ഒരു നോമ്പ് ഫുള്ള് അൽഹംദുലില്ലാ നല്ല രീതിയിൽ ഒരു വീട്ടുകാരി, അവരുടെ സ്വന്തം വീട്ടുകാരി എന്നുള്ള ഒരു പരിഗണനയിൽ ഞാൻ അവിടെ ഉള്ള സമയത്ത്, ഡ്യൂട്ടി ഉള്ള സമയത്തെല്ലാം അവർ ഫുഡ് കൊണ്ടുതരികയും പിന്നെ നോമ്പ് തുറക്കാനും അത്താഴത്തിനുള്ള എല്ലാതരം ഫുഡ് തരുകയുണ്ടായി. അപ്പം
അതിനുശേഷം ഇപ്പോൾ എല്ലാ റമദാനിനും ഞാൻ അവരെക്കുറിച്ച് ആലോചിക്കുകയും മെസ്സേജ് ചെയ്യുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ്. കാരണം റമദാൻ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരുടെയും മനസ്സിൽ ഒരു തരം അനുഭൂതി, ഒരു സഹജീവികളോടുള്ള സ്നേഹം, പരിഗണന, അവരെ ഒരു ചേർത്ത് നിർത്തലിൻ്റെ ഒരു സമയമാണല്ലോ. അപ്പോൾ അങ്ങനെ വരുന്ന ആ ഒരു കാരണം കൊണ്ടായിരിക്കും അങ്ങനെ ഒരു സംഭവം ഉണ്ടായതും. അതേപോലെ തന്നെ ഡ്യൂട്ടി എടുക്കുന്ന സമയത്ത് ഒരു ദിവസം രാത്രിയിൽ ഒരു 2 മണിയൊക്കെ ആയിട്ടുണ്ടാവും. ഒരു ഫാമിലി ചെറിയൊരു ആക്സിഡൻ്റ്, ഒരു സഞ്ചരിച്ച ഓട്ടോ ജസ്റ്റ് ഒന്ന് മറിഞ്ഞ് ചെറിയ പരിക്ക് മാത്രമേ ഉള്ളൂ. അവർ കാണാൻ വന്നു. അത് കഴിഞ്ഞ് അവർ എന്നെ പരിചയപ്പെട്ടു, പേരൊക്കെ ചോദിച്ചു, വീട് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പം ഇവിടെ ഒറ്റക്കാണല്ലേ, അപ്പോൾ ഫുഡൊന്നും ഉണ്ടാവില്ലല്ലേ എന്നൊക്കെ അവർ കാര്യങ്ങളൊക്കെ ചോദിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അവർ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെയും വാതിലിന് മുട്ടുകയാണ്. അപ്പം ഞാൻ തുറക്കുമ്പോൾ ഇവർ ഒരുപാട് ഫുഡുമായിട്ടാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പം അതുവരെ അറിയാത്ത, അതുവരെ കാണാത്ത ഒരാളോട് അവരെ പരിഗണിക്കുകയാണ്, അല്ലെങ്കിൽ അവരെ കൂട്ടി ചേർത്ത് നിർത്തുന്ന ഒരു ഇത്. അപ്പം അങ്ങനെ ഞാൻ ഫ്രൂട്ട്സ് മാത്രം വാങ്ങിച്ചു. കാരണം മറ്റേ ആളുകൾ ഓൾറെഡി ഫുഡ് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഫ്രൂട്ട്സ് മാത്രം അവർ വാങ്ങിച്ചു അവരെ. അപ്പം അതും ഒരു നല്ലൊരു നനവുള്ള ഓർമ്മയായിട്ട് എപ്പോഴും മനസ്സിൽ ഉള്ള ഒരു കാര്യമാണ്. എനിക്ക് പറയുകയാണെങ്കിൽ ഞാൻ PhD ചെയ്യുന്ന സമയത്ത് എനിക്കിങ്ങനെ വാങ്കോവറിൽ, കാനഡ, അതിൽ IEEE ജനറൽ മീറ്റിംഗ് എന്ന് പറഞ്ഞൊരു കോൺഫറൻസിന് അറ്റൻഡ് ചെയ്യാനുള്ളൊരു അവസരം കിട്ടി. അപ്പോൾ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടുമാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഓൾറെഡി ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഒരു വാങ്കോവറിൽ പോകാമെന്നൊക്കെ കോൺഫറൻസിനെന്ന് പറയുമ്പോൾ. അപ്പോൾ അത് ഹാപ്പൻ ടു ബി ഇൻ റംസാൻ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വിചാരിച്ചു നമ്മൾ ഈ ചൈന കൂടി ഒന്ന് ഇറങ്ങി ഒരു ദിവസം സ്പെൻഡ് ചെയ്തിട്ട് അങ്ങ് പോകാം എന്ന് വെച്ചാൽ അങ്ങനെ ചൈനയിൽ വഴിയാണ് പോകുന്നത്. അപ്പോൾ ചൈനയിൽ ഈ പറഞ്ഞ പോലെ അപ്പോൾ നമുക്ക് ഹദീസിലൊക്കെ ഉണ്ട് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സെംഷൻ ഉണ്ട്, നോമ്പെടുക്കണം എന്നില്ല. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ആ ഒരു എക്സ്ക്യൂസ് വെച്ചിട്ട് എനിക്ക് നോമ്പെടുക്കാതെ പിന്നെ വീട്ടാനുള്ള അവസരമുണ്ട്. അപ്പോൾ പക്ഷേ ഞാൻ വിചാരിച്ചത് അങ്ങനെയല്ല, നോമ്പിൻ്റെ ഒരു അതായത് ആ മെസ്സേജ് എനിക്കെന്തോ അന്നങ്ങനെ ഒഴിവാക്കാൻ തോന്നിയില്ല. അപ്പോൾ ചൈനയിൽ പോകുമ്പോഴാണെങ്കിലും ഞാൻ ഫുഡ് പാക്ക് ചെയ്ത് ആ സമയമാകുമ്പോൾ കഴിക്കുക. അപ്പോൾ കൂടുതലുള്ള നോൺ മുസ്ലിം ഫ്രണ്ടാണ്. പുള്ളി കഴിയും അതേ ഭയങ്കരമായിട്ട് അതിന് അയ്യോ ഇനി എന്താ കഴിക്കുക സമയത്ത് എന്നൊക്കെ പറഞ്ഞാൽ അവരും ഭയങ്കര പ്ലാൻഡായിട്ട് അങ്ങനെ കഴിക്കും. അതുകഴിഞ്ഞിട്ട് നമ്മൾ നേരെ വാങ്കോവറിൽ ചെന്ന ദിവസം നേരെ കോൺഫറൻസിൻ്റെ ടൈം എന്ന് പറയുന്നത് ഈവനിങ് ആണ്. ഭയങ്കര ഹ്യൂജ് വെൽക്കം പാർട്ടി യൂഷ്വലി ഉണ്ടാവും, അത് ഭയങ്കര ഹ്യൂജാണ്. അപ്പോൾ പക്ഷെ അവിടുത്തെ നോമ്പ് തുറക്കുന്ന സമയം അവിടുത്തെ 9 PM ആണ്. അപ്പോൾ എല്ലാവരും ചെന്ന ആൾക്കാരല്ല, നമ്മൾ PhD സ്റ്റുഡൻസാണ് കുറേ ഉണ്ട്, പിന്നെ നമ്മുടെ പ്രൊഫസേഴ്സൊക്കെ ഉണ്ട് ഇന്ത്യയിൽ നിന്ന്. അപ്പോൾ എല്ലാവരും തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് അവിടുത്തെ സ്പെഷ്യൽ ഫുഡൊക്കെ കണ്ട് എല്ലാവരും ഇങ്ങനെ കഴിക്കുന്ന സമയത്ത്. അപ്പം ഞാൻ ഭയങ്കര അത് എനിക്ക് തോന്നുന്നില്ല വേറെ ആരും അങ്ങനെ എന്നാൽ ശരി ഇന്ന് യാത്രയിലല്ലെന്ന് വെച്ച് എക്സ്ക്യൂസ് ചെയ്യായിരുന്നു. പക്ഷെ ഞാനപ്പോൾ അന്ന് മാറി നിന്നിട്ട് അവരൊക്കെ കഴിക്കാൻ പോയ സമയത്ത് ഞാൻ മാറി നിൽക്കുകയാണ്. അപ്പോൾ കൂടെ ഇങ്ങനെ ഫുഡ് സെർവ് ചെയ്യുന്ന ഹെൽപ്പേഴ്സ് ഉണ്ടല്ലോ, അതിലത്തെ ഒരാൾ വന്നിട്ട് എന്താ അറിയൂ ഫാസ്റ്റിംഗ് എന്ന് ചോദിച്ചു. അപ്പോൾ ആണെന്ന് പറഞ്ഞു. അപ്പം ജസ്റ്റ് അപ്പോൾ ഞാൻ വിചാരിച്ചു അപ്പോൾ ബാക്കിയുള്ളവർക്കും അപ്പോൾ നമുക്ക് ഈ വേൾഡ്ലി ഇതിനോടുള്ള ഇത് നമുക്ക് കുറച്ച് ഡിറ്റാച്ച് ചെയ്തിട്ട് നമുക്ക് മെയിൻ ഫോക്കസ് കൊടുക്കുന്ന അങ്ങനത്തെ ചെറിയൊരു അവസരം ഉണ്ടായെന്ന് പറയാം. അപ്പോൾ അതുപോലെ എല്ലാ ട്രാവലിങ്ങിലും അങ്ങനെ ഡിഫിക്കൽട്ട് അല്ലാത്തടത്തോളമൊക്കെ ഞാൻ അൺടിൽ അൺലെസ് എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് അങ്ങനെ ആണെങ്കിൽ മാത്രമേ നോമ്പ് ഒഴിവാക്കാറുള്ളൂ, അല്ലെങ്കിൽ ഒഴിവാക്കേണ്ടി വന്നിട്ടില്ല എപ്പോഴും. ഇപ്പോൾ ഈ റമദാനിൽ ഇപ്പോൾ 2 ട്രാവലായിരുന്നു ഞങ്ങൾ ഫുൾ ഡേ അപ്പ് ആൻഡ് ഡൗൺ. അപ്പോഴൊക്കെ ഞാൻ നോമ്പ് കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് ട്രാവൽ ചെയ്തത്. അപ്പോൾ അതാണ് ഒരു എക്സ്പീരിയൻസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളുടെ നല്ലൊരു മുന്നൊരുക്കം, അതുപോലെ നമ്മുടെ ഫാമിലി കൂട്ടിപ്പിടിച്ചിട്ട് അവർ കൂടി വരുന്നവരെ ഡെലിഗേറ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷനോടെ പരസ്പര ധാരണയോടുകൂടി മുന്നോട്ട് പോയാൽ എത്ര തിരക്ക് പിടിച്ച ജീവിതമാണെങ്കിലും നമ്മുടെ റമദാനുകളെ, നമ്മുടെ സമയത്തെ ഏറ്റവും നന്നായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.